അതിന്റെ ശമ്പളവും അവരെല്ലാം തരണം, ഞങ്ങളാണ് കൊടുക്കുന്നത്. ഇതിലിപ്പോ ഉദ്യോഗസ്ഥർ ഈ കരട് വിജ്ഞാപനം ഇറക്കിയല്ലോ, അപ്പോൾ കരട് വിജ്ഞാപനം ഇറക്കിയല്ലോ, അപ്പൊ അന്ന് തന്നെ ഇത് അറിഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷമാണോ ഈ തുടർ നടപടികൾ വേണ്ടെന്ന് വെച്ചത്? ഈ ഉദ്യോഗസ്ഥർ ടു ഉദ്യോഗസ്ഥർ നടന്ന കാര്യങ്ങളാണ്. നമുക്ക് സാധാരണ അത്തരത്തിൽ മീറ്റിങ്ങുകൾ ധാരാളം നടക്കാറുണ്ട്. പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിക്കാത്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മീറ്റിംഗ് നടക്കാറുണ്ട്. ഇപ്പോൾ വോട്ടേഴ്സിൽ തീവ്ര വോട്ടർമാർ ചേർക്കുന്ന കാര്യത്തിൽ അവരുടെ ഒരു നിലപാടനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഉദ്യോഗസ്ഥർക്ക് മേലൊരു സമ്മർദ്ദം കേന്ദ്രം ചെലുത്തുന്നത് ഞാനത് പറഞ്ഞിരുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ ആത്മഹത്യകളിൽ മുഴുവൻ കാണുന്നത്. ദേശീയ അടിസ്ഥാനത്തിൽ കാണുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് ഈ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സമ്മർദ്ദം നമ്മുടെ കൊച്ചുകുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. സ്കൂൾ കുട്ടികളുടെ ജോലി വോട്ടേഴ്സിൻ്റെ ആളുടെ ചേർക്കലല്ല. സ്കൂൾ കുട്ടികൾ പഠിക്കണം, അവർക്ക് പരീക്ഷ എഴുതണം. പരീക്ഷ ടൈം ടേബിൾ ആയി കഴിഞ്ഞ് അവർ ഈ പത്രങ്ങളിൽ ഇതെല്ലാം വായിച്ച് ടെൻഷൻ അടിച്ചായിരിക്കും അവർ പോകുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് ഇത്തരം അധികാരങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അധ്യാപകരെ അനധ്യാപകരെ 5000-ഓളം വരുന്ന ആൾക്കാരെ കൊടുത്തു വന്നു. ഞങ്ങളതിന് പകരം ഈ വിദ്യാലയങ്ങളിൽ പകരം അധ്യാപകരെ നിയമിച്ചൊക്കെയാണ്. അതിൻ്റെ ശമ്പളവും അവരെല്ലാം തരണം, ഞങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇത് ആരെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ മണ്ടത്തരം തീരുമാനം? കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാനും ഈ ഒന്നാമത് ഇത് സാധാരണ നിലയല്ല നടക്കുന്നത്. ഒരു അലങ്കോല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഭയപ്പാടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ആത്മഹത്യ നടക്കുന്നു മാനസിക പീഡനം കാരണം. അത്തരം മാനസിക പീഡനം നമ്മുടെ കുട്ടികൾക്കുണ്ടായി ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇതിനെ ഇവരെ വിളിക്കാൻ വേണ്ടിയുള്ള നിലപാടെടുത്ത ഇലക്ഷൻ കമ്മീഷനായി. അത് നോക്കാൻ എന്തെങ്കിലും പരിശോധന അങ്ങനെ എന്തെങ്കിലും നടത്തുമോ? കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് കുട്ടികളെ ഇറക്കാനുള്ള സാധ്യതകൾ നമ്മുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറോടും ഇന്നിപ്പോൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. മറ്റൊരു വിഷയം SSKയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്ക് ഫണ്ട് കിട്ടാത്തതിൽ BJP നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ, അതായത് അവർ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന്? അതിന് നമുക്ക് തെളിവ് കിട്ടില്ല. BJP നേതൃത്വം കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കിട്ടേണ്ട 1400 കോടി രൂപ മറ്റേ PMC അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഒന്നാം ഗഡു 92 കോടി രൂപ കിട്ടി. ബാക്കി കാശ് കിട്ടുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്തു. അതവർ നൽകേണ്ടതാണ്. അതവർ നൽകാതെ അടച്ചു നിൽക്കുന്നതിൻ്റെ കാരണം രാഷ്ട്രീയ പകപോക്കലാണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും മുൻ 2 സഹമന്ത്രിമാരുടെ ഇടപെടലുകൊണ്ടാണ് കിട്ടാത്തത്. അല്ലെങ്കിൽ അവർ ഇടപെട്ടില്ലെന്ന് പറയട്ടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് തരാതെയിരിക്കുന്നതെന്ന് പറയട്ടെ. PMCയുടെ ആണെങ്കിൽ അവർക്ക് പറയാനുള്ള ന്യായം പറയാം, വേണമെങ്കിൽ അവരുടെ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്ന് പറയാം. ഇവിടെ അതല്ലല്ലോ. അപ്പോൾ ഇത് പാവപ്പെട്ട പട്ടികജാതി കുട്ടികൾക്ക് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അവരുടെ ഭക്ഷണം, അവരുടെ താമസം, 7000 അവരുടെ ശമ്പളം, ഇതെല്ലാം ഇതിൽ നിന്നാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആനുകൂല്യം കിട്ടേണ്ട ജനങ്ങളും ആൾക്കാർ അറിയട്ടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടോ? ഇവർക്കെല്ലാം വോട്ട് ചെയ്താൽ ആർക്കാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളവർ അവർ തീരുമാനിക്കട്ടെ.